അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ബദ്ർ യുദ്ധക്കളത്തിൽ രസകരവും അത്ഭുതകരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അബൂജഹൽ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ കാണപ്പെട്ട ഏറ്റവും വലിയ കൊടിയ ശത്രു. അയാളെ വധിക്കണമെന്നാണ് പല സ്വഹാബാക്കളുടെയും ആഗ്രഹം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം നൽകിയതാവട്ടെ, അതിന് വിധി കൊടുത്തതാകട്ടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനാകുന്നു. നോക്കണം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ്? അബൂജഹലിൻ്റെ വീട്ടിൽ ആടിനെ മേക്കുന്ന ഒരു ആട്ടിടയനാണ്. യജമാനൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നു കൊണ്ട് അദ്ദേഹം ദീനിൻ്റെ മഹിമ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ അബൂജഹൽ തയ്യാറായില്ല. ആ സമയത്ത് അയാൾ സ്വയം മരിക്കാൻ തയ്യാറാവുകയാണ്. താൻ എന്നെ കൊല്ലുക, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അബൂജഹലിൻ്റെ മരണവസിയത്താണ്. അതുകൊണ്ട് ഈ ചരിത്രത്തിന് ഞാൻ അബൂജഹലിൻ്റെ മരണവസിയത്ത് എന്ന് പേരിടുകയാണ്. കേളേണ്ട തോറരാജ് ബേടുമ്പൾ ജാഹിലുടൻ താളം വരണ്ട് മൊഴിയാ കേമീത്ത് നീ പിറക നാമൂത്തിടുന്ന പണി ഹാമിദവരിൽ കോളുറ്റ് എൻ പകയിൽ നാളൊക്കെയും വഹബിൻ മോൾ പെറ്റ മൈന്ദനവനാ കൂശാതെ ഇക്കുവലൈ വേഷാദിക്കരുത് നേഷാദാറുത്ത് തലൈനീ കേളേണ്ട തോളറുരാബേളുമ്പൾ ജാഹിലുടൻ നാളം വരണ്ട് മൊഴിയായി കേമീത്ത് നീ പറക നാമൂത്തിടുന്ന പണി ഹാമിദവരിൽ. മഹാനായ മർഹൂം മൊയ്ൻകുട്ടി വൈദ്യരുടെ സുന്ദരമായ വരികളിലൂടെ ആ ചരിത്രം ഇങ്ങനെ നമുക്ക് കേൾക്കാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട തോഴനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഇരിക്കുന്നത് മുൻ യജമാനനായ അബൂജഹലിൻ്റെ നെഞ്ചത്താണ്. അയാൾ എഴുന്നേൽക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ചാടിക്കേറി നേരെ നെഞ്ചത്തേക്ക് കയറിയത്. ഏതായിരുന്നാലും തൻ്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്ന മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂജഹൽ പറയുകയാണ്, എടോ, നിൻ്റെ വേദവാക്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട, മറിച്ച് അവസാനമായി എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നീ എൻ്റെ തലയെടുക്കുമെന്ന് എനിക്കറിയാം, ഞാൻ അതിനൊരുങ്ങി തന്നെ കിടക്കുകയാണ്. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. അതെന്താ? ഒന്ന്, എൻ്റെ തലയെടുത്ത് നീ നിൻ്റെ നേതാവ് മുഹമ്മദിൻ്റെ അടുക്കൽ ചെന്ന് പറയണം. ഞാൻ പറഞ്ഞു എന്ന് പറയണം. എന്താണെന്ന് അറിയുമോ? വഹബിൻ്റെ മകൾ ആമിന പെറ്റ മുഹമ്മദാണ് മരണം വരെ എൻ്റെ ശത്രു. ഇത് നീ മുഹമ്മദിനോട് പറയണം. ഏതെങ്കിലും മുഹമ്മദല്ല, വഹബിൻ്റെ മകൾ ആമിന പ്രസവിച്ച മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുകയാണ്, യാതൊരു കാരണവശാലും കൂശാതെ ഇക്കുവലെ, ഞാൻ ഈ പറഞ്ഞത് യാതൊരു കൂസലും കൂടാതെ വേഷാതിരിക്കരുത്, നീ പറയാതിരിക്കരുത്. നേഷാദറുത്തു തലൈ, ഇനി എനിക്കൊന്നും പറയാനില്ല. അറുത്തോ, തലയറുത്തോ. ജീവനുള്ള ഒരു മനുഷ്യൻ മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കൊടിയ ശത്രു ആ അബൂജഹലിൻ്റെ അന്ത്യാഭിലാഷമാണ്. ആ വാക്ക് പറയാൻ എത്രത്തോളം അദ്ദേഹം ദീനിനെയും അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വെറുക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. അബൂജഹലിനെ അറുക്കാൻ വേണ്ടി മസ്ഊദ് റളിയല്ലാഹു അൻഹു തയ്യാറായി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ അബൂജഹൽ ചെയ്തതെന്താണെന്ന് അറിയാമോ? അത്ഭുതകരമായ മറ്റൊരു പ്രവൃത്തി. അതെന്താണ്? ചൂളണ്ട് മൂർച്ചയുടെ ബാളണ്ടതീത് ഹുദ് നീളൻ കാളുത്ത് മുറിനീ സുഖത്താളുന്തിനത് മിഹിജത്തും ചീവുമുയ് ദേശത്തിലായ പൊളുതാം നീളത്തിലെൻ്റെ കളം കീളറ്റമായുമുയിർ തോളറ്റമായ തലമിൽ നീട്ടിപ്പീടിത്ത് സെയ്ഫോട്ടി താറുത്തിടുക കൂട്ടിപ്പുസത്ത് വനമേ.
തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയില്ലാത്ത വാൾ കൊണ്ട് അബൂജഹലിൻ്റെ കഴുത്ത് മുറിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വജ്രം മൂർച്ചയുള്ള വാൾ എടുത്തു കൊടുത്തുകൊണ്ട് അബൂജഹൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറയുകയാണ്, എടോ ഇതുകൊണ്ട് മുറിക്കടോ, അറുക്കുന്നത് നീയാണെങ്കിലും മരിക്കുന്നത് ഞാനാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കഥ കഴിയട്ടെ. വജ്രം മൂർച്ചയുള്ള വാളങ്ങ് എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്കിഷ്ടമുള്ളടുത്ത് മുറിക്കല്ല, ഞാൻ പറയുന്ന സ്ഥലത്ത് തന്നെ മുറിക്കണം. എന്നിട്ട് പറയുകയാണ്, നീളത്തിലെൻ്റെ ഗളം കീളറ്റമായുമുയിർ തോളറ്റമായ തലമിൽ നീട്ടിപ്പീഡിത്ത് ഫോട്ടിത്താറുത്തിടുക കൂട്ടിപ്പൂസത്ത് വനമേ. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അബൂജഹൽ പറയുന്നു, ശരീരത്തിൽ നിന്നെൻ്റെ ശിരസ് മുറിച്ചു കഴിഞ്ഞാൽ നീളത്തിൽ എൻ്റെ ഗളം എൻ്റെ കഴുത്ത് കുറച്ച് നീളമുണ്ടാകണം. അതിന് കീളക്കമായും ഉയർത്തോളറ്റമായ തലമിൽ അതിന് ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും താഴേറ്റത്ത് അഥവാ ഉയർത്തോളറ്റമായ തലമിൽ തോളിനോട് ചാരിക്കിടക്കുന്ന സ്ഥലത്ത് വാളിൻ്റെ തലപ്പ് നീട്ടിപ്പിടിച്ച് അത് നീട്ടിപ്പിടിച്ചുകൊണ്ട് സൈഫോട്ടിത്തറുത്തിടുക. വാൾ അങ്ങോട്ട് ഓട്ടിയിട്ട് ഒന്നങ്ങ് കറക്കിയെടുത്താൽ ആ ശിരസിൽ നിന്ന് കഴുത്ത് നീളത്തിൽ കിട്ടുമെന്നാണ്. എന്നാൽ വരമണ്ട ധൂപ് മോളി താരി കൊണ്ട് തോളരൂരെ തരമന്തിനാകുമത് താൻ അബുജാഹിലും നീയല്ലോ സബ് ത്വരിയായ മഹ അബ് ത്വലിയാക്കളിടയിൽ വരമണ്ട ധൂപ് മോളി താരി കൊണ്ട് തോളരൂരെ തരമന്തിനാകുമത് താൻ അബുജാഹിലും നീയല്ലോ സബ് ത്വരിയായ മഹാൻ അബു ത്വലിയാക്കളിടയിൽ. വരം എണ്ട ദുവ്വുമൊളി ആ ശത്രു ഇങ്ങനെ പറഞ്ഞപ്പോൾ തരിക്കൊണ്ട് തോളരുരേ. ഇത് കേട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, തരം എന്തിനാകുമത് താൻ? അതെന്തിനാണ് കഴുത്ത് മുറിക്കുന്നത്? മരിച്ചതിന് ശേഷം കഴുത്ത് മുറിക്കുന്നത് എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ? മരിച്ചു കഴിഞ്ഞ ശേഷം നിൻ്റെ ആ കഴുത്ത് നീളമുണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ കാര്യം എന്താണ്? ആ സമയത്ത് അബൂജഹൽ പറയുകയാണ്, നീ പറഞ്ഞല്ലോ ബദർ യുദ്ധത്തിൽ ജയിച്ചത് നിൻ്റെ വിഭാഗമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ നിരവധി ആളുകളെ നിങ്ങൾ കൊന്നിട്ടുണ്ടാകും, അവരുടെ ശിരസ്സുകളെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ടാകും. ആ ശിരസ്സുകളുടെ കൂട്ടത്തിൽ എൻ്റെയും ശിരസ് നിങ്ങൾ വെക്കും. അപ്പോൾ ഞാനൊരു നേതാവാണല്ലോ, ഖുറൈശികളുടെ നേതാവാണല്ലോ ഞാൻ. എൻ്റെ തല ആ കൂട്ടത്തിൽ ഉയർന്നു നിൽക്കണം. ശിരസ്സുകളുടെ കൂട്ടത്തിൽ എൻ്റെ തലയും എൻ്റെ നേതാവ് എൻ്റെ തലയാകണം. അത് പറഞ്ഞവനാണ് അബുൽ ഹക്കം ലഅനത്തുല്ലാഹി അലൈഹി. പുരിയാണതൊക്കെയിലും മരിയോറെനിക്കുള്ളതിൽ പെരിയോനാശറഹ്മദാം പോയിട്ട് എമ്പുളികൾ ബായിട്ട് മുയ്യനുമീമീയിട്ടെടുക്ക് റൈസി. മാത്രമല്ല എൻ്റെ ശിരസും തൂക്കി നീ നിൻ്റെ നേതാവ് മുഹമ്മദിൻ്റെയും അനുയായികളുടെയും അടുത്ത് ചെല്ലുമ്പോൾ അവർ അന്തം വിട്ട് അന്താളി ചമ്പരന്ന് പോകണം. എന്നിട്ട് അത്ഭുതപ്പെട്ട് പറയണം, എന്തൊരു തല, എന്തൊരു ഭയങ്കരമായ തല. വീണ്ടും പറയുന്നു, പുരിയാണതൊക്കെയിലും അറിയോറെനിക്കുള്ളതിൽ പെരിയോനാശറഹ്മദാം പോയിട്ട് എമ്പുള്ളികൾ ബായിട്ട് മൊയ്യനുമി മീയിട്ടെടുക്ക് റൈസി. അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടിൽ, അബൂജഹലിൻ്റെ കാഴ്ചപ്പാടിൽ, ലോക മനുഷ്യർക്ക് ഷെറായി ഭവിച്ചിട്ടുള്ള ആ മുഹമ്മദിൻ്റെ അടുത്തേക്ക് എൻ്റെ തല കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞ വസിയത്തുണ്ടല്ലോ, അത് നീ മറക്കരുത്. അപ്പോൾ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്തെന്താണെന്നറിയാമോ? അരികൾ താരിത്തുടനെ തിരുടക്കാരുത്തനുടെ തിരുസൈഫെടുത്ത് കത്തുആൻ അയിലായെ കോന ഉനയിലൈന തോലപ്പമര് രായ്തുറ്റ നാളുമടവേ. അങ്ങനെ ഇസ്ലാമിൻ്റെ ആ വലിയ ശത്രുവിൻ്റെ ശിരസ്സെടുത്തുകൊണ്ട് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് മുറിച്ചെടുക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചരിത്രത്തിന് ഇവിടെ വിരാമം കുറിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.